വെൽക്കം ബാക്ക് ഐഷസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് നല്ലൊരു വ്ളോഗും കൊണ്ടാണ് വന്നിട്ടുള്ളത്. ഒരുപാട് വിശേഷങ്ങൾ ഷെയർ ചെയ്യാനുണ്ട്. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ മക്കളുടെ സ്കൂൾ റീഓപ്പൺ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ മഴയൊക്കെ കാരണം വീണ്ടും ക്ലോസ്ഡ് ആയി. ഇവിടെ UAE നല്ല മഴക്കായിരുന്നു. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളുണ്ട് പറയാൻ. പിന്നെ ഹോസ്പിറ്റലിലെ വിശേഷങ്ങളുണ്ട്. അങ്ങനെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വ്ളോഗാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും വീഡിയോ മുഴുവനായിട്ട് കാണാം. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ആദ്യം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വ്ളോഗിലേക്ക് പോവാം. അപ്പോൾ മക്കളുടെ സ്കൂൾ റീഓപ്പൺ ആയിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞ വീക്കായിരുന്നു, അതായത് മൺഡേ. റീനാണെങ്കിൽ ട്യൂസ്ഡേ ആയിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോഴേക്കും ഫ്ലഡൊക്കെ കാരണം അന്ന് റീഓപ്പൺ ആവാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ റോസുവിന് സ്കൂളിൽ ഒരു ദിവസം പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിപ്പം സൺഡേ, അതായത് സ്കൂൾ റീഓപ്പൺ ആവുന്നതിൻ്റെ തലേ ദിവസം അന്ന് നമ്മൾ സ്കൂളിലേക്കുള്ള അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. സ്റ്റേഷനറി ഐറ്റംസും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതിനായിട്ട് പുറത്തിറങ്ങിയതാണ്. കാര്യമായിട്ടൊന്നുമില്ല, പക്ഷെ എന്നാലും സ്കൂൾ തുറക്കുമ്പം എല്ലാം പുതിയത് തന്നെ വേണം എന്നുള്ളൊരു ഇതുണ്ടാവില്ലേ കുട്ടികൾക്ക്. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് എത്ര കളേഴ്സ് വീട്ടിലുണ്ടെങ്കിലും വീണ്ടും വീണ്ടും കളേഴ്സിലോട്ടാണ് അത് പോകുന്നത്. സ്കൂളിലേക്ക് മെയിനായിട്ട് വേണ്ട സാധനങ്ങളെല്ലാം വാങ്ങിക്കുന്നത് കേട്ടോ. കളേഴ്സ്, അതുപോലെ കളർ പേപ്പേഴ്സ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ്. ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെയാണ് നോക്കുന്നത്. എന്നാലും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നോക്കി കണ്ടിട്ട് പിന്നെ ഇവിടെ ഇങ്ങനത്തെ ഷോപ്പിലൊക്കെ വന്നാൽ ഞാനും വെറുതെ ഇങ്ങനെ ഓരോ സാധനങ്ങൾ വാങ്ങിച്ചു കിട്ടും. പിന്നെ വിചാരിക്കും വേണ്ടിയിട്ടുണ്ടായിരുന്നില്ല എന്ന്. ഇത്രയും ദിവസം വീട്ടിലുണ്ടായിട്ട് പെട്ടെന്ന് നെക്സ്റ്റ് ഡേ സ്കൂളിലേക്ക് പോകാമെന്ന് പറയുമ്പം ഒരു ടെൻഷൻ അത് മിക്ക അമ്മമാർക്കും ഉണ്ടാവും. കാരണം ഒരു ടെൻഷൻ എന്ന് വെച്ചാൽ മക്കൾ പോകുന്ന ഒരു ടെൻഷൻ ഉണ്ടാവും. കൂടാണ്ട് രാവിലെ ഇനി എണീറ്റ് ഇതൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കണമല്ലോ. ഒരാൾ ഉമ്മൽക്കുവിലേക്കാണ് സ്കൂളിലേക്ക് പോകുന്നതെങ്കിൽ ഒരാൾ അജ്മാലിലാണ്. 2 സ്ഥലങ്ങളിലേക്കാണ് പോകുന്നത്. അപ്പം ടൈമിംഗ് ഒക്കെ ഡിഫറെൻ്റ് ആണ്. എല്ലാം കൂടി ആയപ്പം ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര മൂഡ് ഓഫ് ആയിരുന്നു കേട്ടോ സൺഡേ ശരിക്കും പറയുകയാണെങ്കിൽ. അങ്ങനെ ഈ വീഡിയോസൊക്കെ എടുക്കുമ്പോൾ എനിക്ക് ശരിക്കും ഒരു ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. കുറേ കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുള്ള പോലെ ഉണ്ടായിരുന്നു. ഇതൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ വീട്ടിലെത്തി നെക്സ്റ്റ് ഡേ വീഡിയോ ഇടാനുണ്ട്. വീഡിയോ ഷൂട്ട് ചെയ്തിട്ടില്ല. പിന്നെ മക്കൾക്കുള്ള യൂണിഫോമും കാര്യങ്ങളും അയൺ ചെയ്യണം. പിന്നെ നെക്സ്റ്റ് മോർണിംഗ് എന്തുണ്ടാക്കും, ബ്രേക്ക്ഫാസ്റ്റ് എന്തുണ്ടാക്കും, സ്കൂളിലേക്ക് ഒന്ന് കൊടുത്തയക്കും, തിരിച്ച് വരുന്ന സമയം സ്കൂൾ ബസ്സിൻ്റെ കാര്യം നോക്കണം. അങ്ങനെ കാര്യങ്ങളൊക്കെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ നമ്മുടെ തലയിൽ ഇങ്ങനെ കിടന്ന് തിരികെയായിരിക്കും. അപ്പോൾ പക്ഷേ എന്താ പറയുക, നമുക്ക് ഒരു 1 വീക്കും കൂടി ഒരു സമയം കിട്ടിയ പോലെ തോന്നി എനിക്ക്. പെട്ടെന്ന് മീൻസ് നമ്മളിതൊക്കെ പ്ലാൻ ചെയ്ത് വന്നു, പിന്നെ ഒരു 1 വീക്കും കൂടി സമയം കിട്ടിയ പോലെ. അത് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും കേട്ടോ. അപ്പം ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചതാണ്. ഇതൊക്കെ ഞാൻ പിന്നെ എൻ്റെ ആവശ്യത്തിനായിട്ട് വാങ്ങിക്കുന്ന കേട്ടോ. ഡബിൾ സൈഡ് ടേപ്പൊക്കെ അത് എൻ്റെ ആവശ്യത്തിനായിട്ട് വാങ്ങിക്കുന്നത്. പിന്നെ ബുക്സ് കവർ ചെയ്യാനുള്ള പേപ്പേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും ബുക്സൊന്നും ഇതുവരെ കവർ ചെയ്തിട്ടില്ല. അതാണ് രസം. ഇത്രയും ദിവസം ഉണ്ടായിട്ട് ഞാനിങ്ങനെ മടി കാണിച്ച് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ലാസ്റ്റ് മൊമെൻറ്റിൽ കവർ ചെയ്യുക. അപ്പോൾ ഇന്ന് പോയിട്ട് ഇനി വേണം ഇത് കവർ ചെയ്യാനൊക്കെ അങ്ങനെ വിചാരിച്ചിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ എന്നെ ഇവിടെ ആക്കിയിട്ട് ഇക്കും റൂഹിയും കൂടി വീട്ടിലേക്കുള്ള സാധനങ്ങൾ വാങ്ങിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ തിരിച്ചു വന്ന ശേഷമാണ് ഈ ഒരു കാഴ്ച കാണുന്നത് കേട്ടോ. അവർക്ക് കിൻഡർ ജോയ് ഇപ്പം നമ്മൾ വാങ്ങിച്ചു കൊടുക്കാറില്ല. വല്ലപ്പോഴും ആരെങ്കിലും വരുമ്പോഴേ ഇത് കൊണ്ടുവരാറുള്ളൂ കേട്ടോ. അല്ലാണ്ട് നമ്മളായിട്ട് വാങ്ങിച്ചു കൊടുക്കാറില്ല. അങ്ങനെ ഷോപ്പിങ്ങിന് പോയപ്പം ഇത് മാക്സിമം ഒളിപ്പിച്ച് നടന്നതായിരുന്നു. പക്ഷെ കണ്ടുപിടിച്ച്. അപ്പോൾ ആൾക്കിപ്പം അതല്ല വേണ്ടത്, വേറൊരു സംഭവം കാരണം അവൾക്കിങ്ങനെ എല്ലാവരും വരുമ്പോൾ കൊണ്ടുകൊടുക്കൽ ഇങ്ങനെ പാക്ക് ഉള്ളതാണ്. 3 ഒരുമിച്ചുള്ള പാക്ക് ഉള്ളതാണ് കേട്ടോ. അപ്പോൾ അവൾക്ക് സിംഗിളായിട്ടുള്ളത് വേണ്ട, അങ്ങനെ 3 ഒരുമിച്ചുള്ള പാക്ക് തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് വാശി പിടിക്കുകയാണ് അവിടെ ഇരുന്നിട്ട്. പക്ഷെ അത് പറയാൻ ആൾക്ക് പേടി, നമ്മൾ വാങ്ങിച്ചു കൊടുത്തില്ലെങ്കിലൊന്നും. പക്ഷെ അതിങ്ങനെ നോക്കി നിൽക്കുകയാണ്, എന്ത് കാണിച്ചിട്ടും വേണം. നമുക്ക് മനസ്സിലായിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ 3 പാക്ക് ഒരുമിച്ച് വാങ്ങിച്ചു കൊടുത്താലും ഞാൻ പാക്ക് പൊട്ടിക്കുന്ന സമയത്ത് ബാക്കി 2 ഇതിൽ നിന്ന് മാറ്റും. പക്ഷെ ഇപ്പോൾ അവൾക്ക് എല്ലാം മനസ്സിലാവുന്നുണ്ട്. അത് മാറ്റിയിട്ട് എറിഞ്ഞൊക്കെ ചെയ്തു കേട്ടോ. 3 ഒരുമിച്ച് തന്നെ കാണണം. പക്ഷെ ഒരുമിച്ച് കഴിക്കൊന്നുമില്ല, കയ്യിൽ പിടിച്ചിങ്ങനെ കുറേ നേരം നിൽക്കും. അപ്പം ശരിക്കും അത് അഡിക്റ്റഡ് ആവാണ്ടിരിക്കുകയാണ് ഏറ്റവും ബെസ്റ്റ്. ആദ്യം തന്നെ നമ്മളത് എല്ലാവരും വരുമ്പോൾ വാങ്ങിച്ചു അഡിക്റ്റായിപ്പോയി. അപ്പം വാങ്ങിച്ചു കൊടുക്കാറില്ല, വല്ലപ്പോഴും മാത്രമേ ഉള്ളൂ. അങ്ങനെ തിരിച്ച് വരുന്ന നേരം നമ്മളിത് അവിടെ റോസുവിനെ ഹെയർ സ്റ്റൈലൊന്നും മാറ്റാൻ കുറേ ദിവസമായി പറയുന്ന ആൾ. അങ്ങനെ സലൂൺ, നമ്മളെ റൂമിൻ്റെ തൊട്ടടുത്തുള്ള സലൂണിലൊന്ന് പോയി ഹെയർ സ്റ്റൈലൊന്ന് മാറ്റാൻ വേണ്ടിയിട്ട്.
ഞാനങ്ങനെ സലൂണിലൊന്നും പോയിട്ട് മുടി വെട്ടിക്കാറില്ല മക്കളുടെ. ഞാൻ തന്നെയാണ് ചെയ്യുക. എൻ്റെ മാക്സിമം കഴിവെടുത്തിട്ട് എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ഞാൻ മക്കളിലാണ് എല്ലാം ഒന്ന് പരീക്ഷിച്ച് നോക്കുക. അപ്പോൾ ഇത്തവണ അവൾ പറയുന്നുണ്ട്, ഉമ്മ ചെയ്യണ്ട, നമുക്ക് സലൂണിൽ പോയി ചെയ്യാം, എനിക്കൊന്ന് വെറൈറ്റി ആയിട്ട് ചെയ്യണം എന്നൊക്കെ. ഇതൊക്കെ എനിക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ജസ്റ്റ് ഫ്രണ്ടിൽ ഇങ്ങനെ ബാങ്ക് സ്റ്റൈൽ ഒന്നിങ്ങനെ വെക്കാനുള്ളൂ. പക്ഷേ ആൾക്കത് സലൂണിൽ തന്നെ ചെയ്യണം. ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട്. ആൾക്ക് സ്കൂളിലേക്ക് എന്തെങ്കിലും ഒരു ചേഞ്ച് ആയിട്ട് പോകണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് ചെയ്ത് കൊടുത്താണ്. പിന്നെ അവൾക്ക് ഹെയർ കളർ ചെയ്യണം, അങ്ങനെ ആക്കണം അങ്ങനെ ആക്കണം എന്നൊക്കെ പറഞ്ഞാൽ വന്നത്. ഒന്നും ചെയ്തിട്ടില്ല. ഇത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുത്തു, അത് മതിയെന്ന് പറഞ്ഞ് നിർത്തി. എനിക്ക് മുടിയിലിങ്ങനെ വല്ലാണ്ട് കളർ ചെയ്ത് കളിക്കുന്നൊന്നും എനിക്ക് വലിയ ഇഷ്ടമില്ല. അപ്പോൾ ഞാൻ എൻ്റെ രീതിയിൽ അവൾക്ക് ചെയ്ത് കൊടുക്കും. പക്ഷേ ആൾക്ക് സലൂണിൽ പോയിട്ട് തന്നെ ചെയ്യണം എന്നുള്ളൊരു ഇതുണ്ട്. അവൾ കുറച്ച് വേറൊരു ടൈപ്പാണ്. എൻ്റെ ചെറുപ്പകാലം ഇങ്ങനെയായിരുന്നു. എനിക്കിങ്ങനെ ഭയങ്കര സ്റ്റൈലിഷായിട്ട് നടക്കുന്നതൊക്കെ ആയിരുന്നു ഇഷ്ടം. അപ്പോൾ എൻ്റെ ഒരു സ്റ്റൈലാണ് ആൾ. പണ്ടത്തെ ഒരു ക്യാരക്ടറാണ്. പിന്നെ ഞാനതിപ്പം അടുത്തുണ്ടാക്കിയുള്ള ഒരു ചിക്കൻ റോസ്റ്റ് റെസിപ്പി ആട്ടോ. അപ്പോൾ ഞാനിതിൻ്റെ കൂടെ ഇത് ഷെയർ ചെയ്യാൻ കാരണം ഇതിൻ്റെ റെസിപ്പി ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കുന്നില്ല. കാരണം അത് നിങ്ങൾ പിന്നീട് ഞാൻ നെക്സ്റ്റ് ഡേ എങ്ങാനും ഷെയർ ചെയ്യേണ്ടത് ഇൻഷാ അല്ലാ. പക്ഷേ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വ്ളോഗിനകത്ത് നമ്മൾ റെസിപ്പി കൊടുക്കുമ്പം പലർക്കും അത് ഇഷ്ടമാവുന്നില്ല. റെസിപ്പി ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കണ്ട, അവർക്ക് വ്ളോഗ് കാണാനാണ് ഇഷ്ടം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ റെസിപ്പി ഞാൻ അടുത്ത ദിവസം ഷെയർ ചെയ്യുന്നുണ്ട്. എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. അടിപൊളി നെയ്ച്ചോറും ചിക്കൻ റോസ്റ്റാണ്. സാധാരണ നെയ്ച്ചോറിൻ്റെ കൂടെ കറിയൊക്കെ അല്ലേ എല്ലാവർക്കും ഇഷ്ടം. പക്ഷേ നിങ്ങൾ ഇങ്ങനെ ഒരു തവണ ചെയ്ത് നോക്കൂ. അതായത് നെയ്ച്ചോറും നല്ല അടിപൊളിയാവണം, നല്ല നെയ്യൊക്കെ ഇട്ടുള്ള നെയ്ച്ചോറും അതിൻ്റെ കൂടെ ഇതുപോലെ ചിക്കൻ റോസ്റ്റ് ഉണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും ആവശ്യമില്ല. പിന്നെ നമ്മളെ ഉള്ളിയും സുർക്കയൊക്കെ ഇട്ടിട്ടുള്ള ആ ഒരു ഇതുണ്ടല്ലേ, അതും കൂടി മതിയാവും. പിന്നെ തൈരുണ്ടെങ്കിൽ അത് എല്ലാം കൂടി ആയ കേമായി. അപ്പം അടിപൊളി സംഭവമാണ്. ഞാൻ റെസിപ്പി നെക്സ്റ്റ് ഡേ ഷെയർ ചെയ്യേണ്ടത് കേട്ടോ. ഞാൻ ഇതിൻ്റെ കൂടെ അത് പറയാൻ കാരണം നിങ്ങളത് മറന്നു പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പം ഇനി നമുക്ക് അടുത്ത ദിവസത്തെ വിശേഷങ്ങളിലേക്ക് പോവാം. അപ്പം കഴിഞ്ഞ മൺഡേ ആയിരുന്നു അവളുടെ ഫസ്റ്റ് ഡേ ടു സ്കൂൾ. അപ്പം അന്നത്തെ ദിവസം ഭയങ്കര ബിസി ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു. കാരണം അന്ന് റീന് ക്ലാസ് ഇല്ല. പക്ഷേ എനിക്ക് ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട്. റോസുവിനെ സ്കൂളിലാക്കിയതിന് ശേഷം ഞാനും ഒക്കെയും കൂടി ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. അപ്പം അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാ സ്കൂളിൽ ആക്കിയിട്ട് നമ്മൾ പിന്നെ അവിടുന്ന് പോന്നു. പിന്നെ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു സ്കൂളിലെത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ ക്ലാസ്സിലേക്കൊന്നും ആക്കി കൊടുക്കാൻ പറ്റിയില്ല. അപ്പം അവളിപ്പം ഗ്രേഡ് 5-ലേക്കാട്ടോ. ഇവിടെ വൈസ് ഇന്ത്യൻ പ്രൈവറ്റ് സ്കൂളിലാണ്, ഉമ്മൽക്കുവയിലാണ് പഠിക്കുന്നത്. നേരത്തെ അവിടെ തന്നെ ആയിരുന്നു. അങ്ങനെ റോസുവിനെ സ്കൂളിലാക്കി. അപ്പം റൂഹിയും ഞാനും ഇക്കും നമ്മൾ മൂന്നാളും കൂടി ദുബായിലോട്ട് പോവാണ്. റീനു വന്നിട്ടില്ല. കാരണം റോസ് തിരിച്ച് സ്കൂളിൽ എത്തുമ്പോഴേക്കും നമുക്ക് എത്താൻ പറ്റിയില്ലെങ്കിൽ വീട്ടിലാൾ വേണമല്ലോ. അപ്പോൾ റീനെ കൊണ്ടുപോയിട്ടില്ല. ഇത് ഞാൻ സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതായിരുന്നു വെജിറ്റബിൾ റൈസ്. അപ്പം അത് ഞാൻ ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കി നോക്കിയതാണ്. പക്ഷെ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. പിന്നെ ഞാൻ ഡീറ്റെയിലായിട്ട് വീഡിയോ എടുത്തിട്ട് വേറൊരു ദിവസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, വെജിറ്റബിൾ ബിരിയാണി റെസിപ്പി. അപ്പം നമ്മളിതാ ദുബായ് പ്രൈം ഹോസ്പിറ്റലിലെത്തി. അവിടെയാണ് ഇക്കാൻ്റെ ഫോളോ അപ്പും ചെക്കപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട്. കഴിഞ്ഞൊരു 3-4 മാസമായിട്ട് ഫോളോ അപ്പ് ചെക്കപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ തന്നെ ആയിരുന്നു കൂടുതലും. അങ്ങനത്തെ ഒരു തിരക്കിലായിരുന്നു. പക്ഷേ ഞാനിപ്പോഴാണ് നിങ്ങളുമായിട്ട് ഇതൊക്കെ ഷെയർ ചെയ്യുന്നുള്ളൂ. പിന്നെ ഈ ഡോക്ടറാണ് ഇക്കാൻ്റെ സർജറി ചെയ്തിട്ടുണ്ടായിരുന്നത് ഡോക്ടർ കേട്ടോ. അഖിലേഷ് സപ്ര എന്ന് പറയും. ഡോക്ടർ ഇപ്പോൾ ഇവിടെ പ്രൈം ഹോസ്പിറ്റലിലാണ് കേട്ടോ. അത് കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ടായിരുന്നു. ദുബായ് പ്രൈം ഹോസ്പിറ്റലാണ് ഡോക്ടർ ഉള്ളത്. പക്ഷെ നമ്മളിപ്പോൾ ഈ ഹോസ്പിറ്റലിൽ തന്നെ ഇവിടുത്തെ ഓങ്കോളജിസ്റ്റിനെയാണ് ഇക്കപ്പം കാണിക്കുന്നത്. ഓങ്കോളജിസ്റ്റിൻ്റെ പേര് അരുൺ കരൺവാൾ എന്നാട്ടോ. നല്ല ഡോക്ടേഴ്സാണ് ഇവർ രണ്ടുപേരും. നമ്മൾക്കിപ്പോൾ ഇവിടെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഹോസ്പിറ്റലിൽ വന്നുകൊണ്ട് തന്നെ ഇവിടെ എല്ലാവരും നല്ല പരിചയമാണ്. റൂഹിക്ക് വരെ നല്ല പരിചയമാണ് എല്ലാവരും. പിന്നെ ഇക്കാൻ്റെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ പാടെ തന്നെ ഡോക്ടേഴ്സ് പറഞ്ഞതാണ് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫോളോ അപ്സ് കുറച്ച് വർഷങ്ങൾക്ക് ചെയ്യേണ്ടി തന്നെ വരും, നിർബന്ധമാണെന്ന്. അപ്പോൾ അങ്ങനെ 2-3 മാസം കൂടുമ്പോഴൊക്കെ ആയിരുന്നു അന്ന് ഫോളോ അപ്സ് ഉണ്ടായിരുന്നത്. പിന്നെ ഇപ്പോൾ ചെറിയ ഇഷ്യൂസൊക്കെ വരുമ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞതാണ് ഇടയ്ക്കിടയ്ക്ക് ഫോളോ അപ്പും ചെക്കപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ അതിൻ്റെ പുറകെ തന്നെയാണ്. പിന്നെ അതൊക്കെ നമ്മളിങ്ങനെ വീഡിയോയിൽ ഷെയർ ചെയ്യുമ്പം നമുക്കും സങ്കടമാണ്, അതുപോലെ തന്നെ കാണുന്ന നിങ്ങൾക്കും ഒരു ബോറിംഗ് ആണ്. അപ്പോൾ ഞാനതാണ് പിന്നെ കൂടുതലും പറയാത്തത്. പിന്നെ ഇതാണ് കേട്ടോ ഡോക്ടർ, ഓങ്കോളജിസ്റ്റ് ഇവിടുത്തെ അരുൺ ഡോക്ടർ. നമ്മൾ രാവിലെ വന്നു കഴിഞ്ഞാൽ പിന്നെ വൈകിട്ടായിരിക്കും തിരിച്ച് വീട്ടിലെത്തുന്നത്. പിന്നെ ആകെ ടയർഡൊക്കെ ആയിരിക്കും രാവിലെ. ഹോസ്പിറ്റലിൽ എനിക്ക് പ്രത്യേകിച്ച് റോളൊന്നുമില്ല, ഞാൻ ഇക്കാൻ്റെ കൂടെ ഇങ്ങനെ നിൽക്കുന്നു അത്രയേ ഉള്ളൂ, ഒരാളായിട്ട് നിൽക്കുന്നു അത്രയേ ഉള്ളൂ. എന്നാലും നമ്മൾ ഹോസ്പിറ്റലാണ് നിൽക്കുന്നത്, അങ്ങനത്തെ ഒക്കെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവുമല്ലോ. ഒരു സ്ട്രെസ്ഫുൾ ലൈഫ് തന്നെ ആയിരിക്കും കുറച്ച് ഇങ്ങനെ ആ ഒരു ഇതിൽ
പിന്നെ നമ്മളത് ആ ഭാഗത്തേക്ക് മൈൻഡ് ചെയ്യാറില്ല കേട്ടോ. ഞാനാണെങ്കിലും ഇക്കയാണെങ്കിലും മക്കളാണെങ്കിലും ഒക്കെ നമ്മളിങ്ങനെ ഇന്നെന്താണോ അതിൻ്റെ പുറകെ പോവും. നാളെ എന്താണെന്ന് നമ്മൾ ചിന്തിച്ച് നോക്കാറില്ല. അതിൻ്റെ പുറകെ ടെൻഷൻ അടിക്കാൻ നിൽക്കാറുമില്ല. അപ്പോൾ ഇന്ന് നമ്മൾ മാക്സിമം എങ്ങനെയാണ് നമുക്ക് ഹാപ്പി ആവാൻ പറ്റുക, ഹാപ്പി ആക്കാൻ പറ്റുക, അങ്ങനത്തെ രീതിയിൽ. അതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഞാൻ ഇപ്പം കണ്ടിന്യൂസ് ആയിട്ട് വ്ളോഗൊന്നും ഇടാത്തതിൻ്റെ മെയിൻ റീസൺ ഇത് തന്നെയാണ്. റെസിപ്പി ആകുമ്പോൾ എനിക്ക് വേഗം അത് പോസ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ ഞാൻ പലതവണ വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. റെസിപ്പി വീഡിയോസൊക്കെ ഇവിടുന്ന് വോയിസ് ഓവർ കൊടുത്തിട്ട് ഇവിടുന്ന് പോസ്റ്റ് ചെയ്ത ദിവസങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഒരു മോട്ടിവേഷനായിട്ട് എടുക്കണ്ട, എൻ്റെ ഒരു ലൈഫ് എക്സ്പീരിയൻസ് വെച്ച് ഞാനൊരു കാര്യം പറയാം. അത് കുറച്ച് പേർക്കെങ്കിലും സമാധാനമാവണമെങ്കിൽ ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അതായത് നമുക്ക് എത്ര തന്നെ ടെൻഷൻ ഉണ്ടെങ്കിലും സ്ട്രെസ് ഉണ്ടെങ്കിലും ഡിപ്രഷൻ ആണെങ്കിലും ഒക്കെ ആ ടെൻഷൻ തരുന്ന ആ ഒരു സംഭവം എന്താണോ അതിനെ പറ്റിയിട്ട് ആലോചിക്കാണ്ടിരിക്കുകയാണ് ഏറ്റവും ബെസ്റ്റ്. എല്ലാം റബ്ബിലേക്ക് വിട്ടുകൊടുക്കുക. നമ്മൾ പ്രാർത്ഥിക്കുക, മാക്സിമം പ്രാർത്ഥിക്കുക. അത് ഇന്നല്ലെങ്കിൽ നാളെ അത് റെഡിയാക്കി തരും എന്നുള്ളൊരു വിശ്വാസം നമ്മളിൽ ഉണ്ടാവണം. അല്ലാണ്ട് അതിങ്ങനെ ആലോചിച്ചിരുന്നാൽ നമുക്ക് വേറെ എന്തെങ്കിലും അസുഖം വരാമെന്നല്ലാണ്ട്, അല്ലെങ്കിൽ കാണുന്നവർക്ക് വേറൊരു അസുഖം വരാണ്ടല്ലാണ്ട് അതുകൊണ്ട് ഒരു കാര്യം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ആ സങ്കടപ്പെടുത്തുന്ന കാര്യം എന്താണോ അതിനെപ്പറ്റി ആലോചിക്കരുത്. അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് വന്നു. വൈകുന്നേരം ഒരു ടെൻഷൻ തന്നെയായിരുന്നു. നെക്സ്റ്റ് ഡേ മക്കളെ സ്കൂളിലേക്ക് പറഞ്ഞേക്കണം, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്താണ് നല്ല മഴ ഉണ്ടെന്നുള്ളത് പറഞ്ഞത്. മീൻസ് തലേന്ന് തന്നെ നമുക്ക് അറിയിപ്പുണ്ടായിരുന്നു മഴ ഉണ്ടാവും, അതുകൊണ്ട് സ്കൂളൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ. അപ്പോൾ പ്രത്യേക ഒരു സന്തോഷമായിരുന്നു കേട്ടോ, ഒന്നും പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമായിരുന്നു. പിന്നെ റീൻ്റെ സ്കൂൾ റീഓപ്പൺ ആവുന്നത് ട്യൂസ്ഡേ ആയിരുന്നു. പക്ഷേ അന്ന് സ്കൂൾ റീഓപ്പൺ ആക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, മഴ കാരണം സ്കൂളുണ്ടായിരുന്നില്ല. റോസുവിനും സ്കൂളില്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, അന്ന് റോസുവിൻ്റെ സ്കൂളിലേക്ക് കൊടുത്തേക്കാൻ വേണ്ടി ഞാൻ വെജിറ്റബിൾ റൈസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോഴേ ഞാൻ ആലോചിച്ചൊരു നല്ലൊരു വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കാമല്ലോ എന്ന്. അങ്ങനെ ഉണ്ടാക്കിയ വെജിറ്റബിൾ ബിരിയാണി റെസിപ്പി ആയിട്ടത്. അപ്പോൾ അത് ഞാൻ കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഡീറ്റെയിലായിട്ട് തന്നെ. അപ്പോൾ എല്ലാവരും കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കാൻ. നല്ല അടിപൊളിയായിട്ടോ. സാധാരണ വെജിറ്റബിൾ ബിരിയാണി എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ അയ്യേ എന്നൊക്കെ പറയും. ചിലർക്ക് ചിക്കൻ ബിരിയാണിയൊക്കെ വെച്ച് നോക്കുമ്പോൾ വെജിറ്റബിൾ ബിരിയാണി കഴിക്കാൻ ആർക്കും ഇഷ്ടമുണ്ടാവുന്നില്ല. പക്ഷേ ഇങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ എനിക്ക് എന്തായാലും ഇഷ്ടമാവും. ഇതിൻ്റെ കൂടെ ചിക്കൻ സൈഡ് ഡിഷ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മതി. എന്നാലും എന്താ പറയുക, ഒരു പ്രത്യേക സ്വാദാണ് വെജിറ്റബിൾ ബിരിയാണിയും ഈ ഒരു ചിക്കൻ ചില്ലിയാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് കോമ്പിനേഷനായിട്ട്. അപ്പം അതിൻ്റെ രണ്ടിൻ്റെ റെസിപ്പി ഞാൻ മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ട്. അതായത് തൊട്ട് മുമ്പത്തെ വ്ളോഗിൽ ഷെയർ ചെയ്തിട്ടുണ്ട്, വീഡിയോ ആയിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കട്ടോ. സോയ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ വെജിറ്റബിൾ ബിരിയാണിയിൽ. നല്ല ടേസ്റ്റാണ്, വെറുതെ പറയുന്നത്, നല്ല ടേസ്റ്റാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ 2 ദിവസം നല്ല മടിയായിരുന്നു കേട്ടോ, അതുകൊണ്ട് ഞാൻ വീഡിയോസ് ഒന്നും എടുത്തില്ല. അങ്ങനെ ഇപ്പം 2 ദിവസം കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെ വീട്ടിൻ്റെ പുറത്തൊക്കെ നല്ല വെള്ളം, അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ട്. പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇവിടുന്ന്. മഴയൊക്കെ കാരണം മിക്ക സ്ഥലങ്ങളും നല്ല ബ്ലോക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പുറത്ത് പോയിട്ടുണ്ടായിരുന്നില്ല. ഇതിപ്പം റീൻ്റെ സ്കൂളിലേക്ക് പോവാണ്. അവർക്ക് സ്കൂൾ നെക്സ്റ്റ് വീക്കാണ് റീഓപ്പൺ ആവുന്നത്. പക്ഷേ അതിന് മുമ്പ് എല്ലാവരും കൂടി ഒരുമിച്ച് ഇതാവണ്ടെന്ന് വിചാരിച്ച്, തിരക്കാവണ്ടെന്ന് വിചാരിച്ചിട്ട് നേരത്തെ തന്നെ സ്കൂളിൽ എന്തെങ്കിലും ഫസ്റ്റ് ഡേറ്റ് സ്കൂളിനുള്ള ആ ഒരു രീതിയിൽ കാർഡും കാര്യങ്ങളും ബസ്സിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാം കേട്ടോ അജ്മാൻ സ്കൂളിലേക്ക്, ഹാബിറ്ററ്റ് സ്കൂളിലേക്ക്. അപ്പോൾ പോകുന്ന വഴി മഴ പെയ്തതിൻ്റെ കുറേ പ്രശ്നങ്ങൾ ഒക്കെ കാണുന്നുണ്ട്. അപ്പോൾ സത്യം പറയുകയാണെങ്കിൽ ഞാൻ വീഡിയോസിലാണ് ഇതൊക്കെ കാണുന്നത്. ദുബായിലെ പ്രശ്നങ്ങളൊക്കെ കാണുന്ന വീഡിയോസിലാണ്. പിന്നെ അന്ന് നമ്മൾ പുറത്തിറങ്ങിയിട്ടില്ലല്ലോ, ഇപ്പോഴാണ് പുറത്ത് പോകുന്നത്. അപ്പോൾ പുറത്ത് പോയപ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ വെള്ളം നന്നായിട്ട് നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ റീൻ്റെ സ്കൂളെത്തി. അപ്പം യൂണിഫോം ഇടണോ വേണ്ടെന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു. പിന്നെ അന്ന് ക്ലാസ്സൊന്നുമില്ല, ജസ്റ്റ് എല്ലാം ഒന്ന് ശരിയാക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. പിന്നെ ഇനിയിപ്പം ഇനി നമ്മൾ പാരൻസ് പോകണ്ടല്ലോ, ഇനിയിപ്പം മൺഡേ ഒക്കെ ആകുമ്പോൾ എല്ലാവരും തിരക്കാവും. അപ്പോൾ അതുകൊണ്ട് പിന്നെ അന്ന് ഇനിയിപ്പോൾ ആ തിരക്കിൽ പോകണ്ടെന്ന് വിചാരിച്ചിട്ട് അതിന് മുമ്പ് പോകാമെന്ന് വിചാരിച്ചിട്ട് പോയതാണ്. അന്ന് കുറച്ച് പേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, അധികം പേരൊന്നുമില്ല, എന്നാലും അത്യാവശ്യം ആൾക്കാർ, ആ ഒരു ദിവസം വരാൻ പറ്റിയ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. നാട്ടിലുള്ളവർക്കും അതുപോലെ ഇവിടെ യു എയിലുള്ളവർക്കും എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. കാരണം യു എയിൽ അത്യാവശ്യം നന്നായിട്ട് മഴ പെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇത്തവണ വർഷങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെയൊരു മഴ പെയ്യുന്നതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ നന്നായിട്ട് ഫ്ലഡ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ താമസിക്കുന്നത് ഉമ്മൽക്കുവയിലാണ്. ഉമ്മൽക്കുവയിൽ അങ്ങനെ പറയത്തക്ക ബുദ്ധിമുട്ടുകളൊന്നുമില്ല. പക്ഷേ ദുബായിലുള്ളവർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. എൻ്റെ കസിനാണെങ്കിലും എൻ്റെ റിലേറ്റീവ്സ് ആണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും ഒക്കെ
പലരും അവിടുത്തെ വീഡിയോസൊക്കെ ഷെയർ ചെയ്യുമ്പം അത് അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മൾ ഉമ്മൽ ക്വീനിൽ അത്ര പ്രശ്നങ്ങളൊന്നും കണ്ടില്ല. എന്നാലും അത്യാവശ്യം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഹാബിറ്റാറ്റ് സ്കൂളിലാണ് ഇപ്പം നമ്മളുള്ളത്. അങ്ങനെ കുറേ വെയിറ്റ് ചെയ്ത ശേഷമാണ് നമുക്ക് ആ ഒരു ID കാർഡും സ്കൂൾ ബസ്സിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി അങ്ങനെ നമ്മൾ തിരിച്ച് പോവുകയാണ്. റീന പിന്നെ എല്ലാം ഒന്ന് റെഡിയാക്കി കഴിഞ്ഞാൽ ഭയങ്കര സമാധാനമാണ്. ഒന്നിങ്ങനെ ബാക്കി വെക്കുന്ന ഇഷ്ടമല്ല അവൾക്ക്. എല്ലാം കറക്റ്റായിട്ട് എല്ലാം റെഡിയാക്കി കിട്ടണം. റോസിനും അങ്ങനെ തന്നെയാണ്. പക്ഷേ റോസിൻ്റെ ആരെങ്കിലും റെഡിയാക്കി കൊടുക്കണം. റീന് പിന്നെ അവൾ തന്നെ മാക്സിമം എല്ലാം ഒന്ന് റെഡിയാക്കാൻ നോക്കും. അല്ലെങ്കിൽ ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ട് നിൽക്കും, റെഡിയാക്കി തരൂ എന്ന് പറഞ്ഞിട്ട്. അല്ലെങ്കിൽ നമുക്ക് സമാധാനം ഉണ്ടാവില്ല. അങ്ങനെ നമ്മൾ സ്കൂളിൽ നിന്ന് പോവുകയാണ് കേട്ടോ. പോകുന്ന വഴിയാണ് ഈ ഒരു കാഴ്ച കണ്ടത്. ഇത് അജ്മാൻ ഫെസ്റ്റിവൽ സിറ്റീൻ്റെ അവിടെയാണ് കേട്ടോ. അപ്പോൾ അവിടെ മീൻസ് ഇതൊന്നും ദുബായ് വെച്ച് നോക്കുമ്പം ഇതൊന്നും അല്ല. പക്ഷേ ഇവിടുത്തെ നമ്മൾ കാണുമ്പോൾ തന്നെ നമുക്കത് ഭയങ്കര സംഭവമായിട്ടാണ് തോന്നുന്നത്. അത്രയും വെള്ളം മീൻസ് ഒരു പുഴ പോലെ ഒഴുകി പോവുകയാണ്. ആ കാണുന്നതാണ് ഫെസ്റ്റിവൽ സിറ്റി. അവിടെയൊക്കെ നമ്മൾ പോയിട്ടുള്ള സ്ഥലമായതുകൊണ്ട് നമുക്കത് കാണുമ്പോൾ ഒരു വിഷമം. ദുബായിലുള്ള ഓരോ സ്ഥലങ്ങളുടെ വീഡിയോസൊക്കെ ഇങ്ങനെ ഇൻസ്റ്റഗ്രാമിലൊക്കെ കാണുമ്പോഴേ ഒത്തിരി വിഷമമാണ്. കാരണം കാറുകൾ മീൻസ് ഓരോരുത്തരുടെ പ്രോപ്പർട്ടീസ് ഇങ്ങനെ കാണുമ്പോൾ നമുക്കൊരു വിഷമം തന്നെയല്ലേ. അപ്പോൾ എന്താ പറയുക, ഒട്ടും പ്രതീക്ഷിക്കാതെ വരുന്നതുമാണ്. ഒന്നും പറയാനും വയ്യ. ദുബായിലാണെങ്കിൽ ഫുജൈറ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. എല്ലാം പെട്ടെന്ന് റെഡി ആവട്ടെ എന്ന് പ്രാർത്ഥിക്കാം നമുക്ക്. അല്ലാണ്ട് ഇപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഇനിയും മഴ ഉണ്ടാവും എന്നൊക്കെയാണ് പറഞ്ഞു വരുന്നത്. എന്താണെന്നൊന്നും ആർക്കും ഒരു പിടുത്തില്ല. എന്തായാലും എല്ലാം നല്ലതിനാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം നമുക്കെല്ലാവർക്കും. ഞാനിപ്പോൾ ഇത് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് വീഡിയോസിൽ ഇങ്ങനെ കാണിക്കാൻ കാരണം എന്ന് വെച്ചാൽ നാട്ടിലുള്ളവരൊക്കെ ഇങ്ങനെ വിളിച്ചു ചോദിക്കുന്നുണ്ട് അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ. അപ്പോൾ ഞാൻ അതൊന്നും കാണിക്കാൻ വേണ്ടിയിട്ട് വീട്ടിലുള്ളവർക്കും കാണാമല്ലോ. നമ്മൾ വെറുതെ വാട്സപ്പിൽ ഷെയർ ചെയ്യുന്നതിനേക്കാളും നല്ലതല്ലേ ഇങ്ങനെ നമ്മൾ എൻ്റെ വോയിസും നമ്മളുടെ ചുറ്റുപാടൊക്കെ കാണിച്ചിട്ട് ഇങ്ങനെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ ഇങ്ങനെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ ഭാഗത്തുള്ള വെള്ളപ്പൊക്കത്തിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ കേട്ടോ. ഇനി ഞങ്ങളുടെ റൂമിൻ്റെ അവിടെ ഉള്ളത് കാണിച്ചു തരാം കേട്ടോ. ഞങ്ങളുടെ റൂമിൻ്റെ അവിടെ ഇങ്ങനെ ഉണ്ട്. ഇത് കാണുമ്പം ഭയങ്കരമായിട്ട് മീൻസ് പ്രശ്നമുള്ള പോലൊക്കെ ഉണ്ട്. പക്ഷേ അടുത്തുനിന്ന് കാണുമ്പോൾ അത്ര ഇതൊന്നുമില്ല. റോഡിൽ വെള്ളം നിറഞ്ഞിട്ടില്ല. ഇത് അവിടെ ഇങ്ങനെ കുറച്ചൊരു മണ്ണുള്ള സ്ഥലമുണ്ട്. അവിടെ താഴ്ചയുള്ള സ്ഥലം, അവിടെയാണ് ഇങ്ങനെ വെള്ളം കെട്ടി നിൽക്കുന്നത്. നമ്മളെ ഫ്ലാറ്റിനോ അല്ലെങ്കിൽ റോഡിൻ്റെ ഭാഗത്തോ അങ്ങനെ ബ്ലോക്കൊന്നുമില്ല. മീൻസ് വെള്ളത്തിൻ്റെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പോൾ എൻ്റെ 2 ബാൽക്കണിയും യൂസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ്. അതിപ്പോൾ ഈ മഴയുടെ മുമ്പും ഞാൻ പറഞ്ഞിരുന്നല്ലോ പ്രാവ് മുട്ടയിട്ടുമെന്ന്. അതിപ്പോൾ 2 തവണ മുട്ടയിട്ടു. മീൻസ് എല്ലാവരും ഇപ്പോൾ അവിടെ തന്നെയാണ്. അപ്പം അപ്പോൾ എനിക്ക് അവിടെ അലക്കിടാനും പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ റൂമിൻ്റെ അകത്തേക്കാണ് അലക്കിടാറ്. എനിക്ക് യൂസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് അവർ ആക്കി വെച്ചിട്ടുള്ളത്. അപ്പം നമ്മളിപ്പം ഈ മഴ കാരണം മൊത്തം
മൊത്തം ഫ്ലഡഡ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഭക്ഷണം കിട്ടുന്നില്ല എന്ന് തോന്നുന്നു. നമ്മളിവിടെ വന്നിട്ട് ബാൽക്കണിയിൽ നിന്നിട്ട് ഇങ്ങനെ റോസൊക്കെ ഭക്ഷണം കഴിക്കുമ്പോൾ ഇങ്ങനെ നോക്കി നിൽക്കും. അപ്പോൾ റോസ് ബ്രെഡ് ഇതുപോലെ ഇട്ട് കൊടുക്കും. അപ്പം മുഴുവനും കഴിച്ച് തീർക്കും കേട്ടോ. അപ്പം തന്നെ അങ്ങോട്ട് പിന്നെ വീണ്ടും വന്ന് നിൽക്കും, നമ്മളോട് ചോദിക്കുന്ന പോലെ എന്തെങ്കിലും ഉണ്ടോയെന്ന്. അങ്ങനെ വീണ്ടും നമ്മൾ ചോറൊക്കെ ഇട്ട് കൊടുക്കും. ഈ ഫ്ലഡഡ് ആവുന്നതിന് മുമ്പ് ഇങ്ങനെ ബ്രെഡൊക്കെ വെച്ചെടുത്താൽ വല്ലപ്പോഴും വന്ന് കഴിക്കാറുള്ളായിരുന്നു. പക്ഷേ ഇപ്പം ഒരു 1 വീക്കൊക്കെ ആയിട്ട്, 1 വീക്കല്ല, ഒരു 3-4 ദിവസമൊക്കെ ആയിട്ട് എന്നും വരും. എത്ര വെച്ചെടുത്താലും അവർ കഴിച്ചു പോകും. അപ്പോൾ അവർക്ക് ആവശ്യമുണ്ട് ഇപ്പം. അപ്പം നല്ല രസമാണ് ഇങ്ങനെ കാക്ക, കിളികൾ, പല ടൈപ്പ് സാധനങ്ങളും പല ടൈപ്പ് പക്ഷികളും വന്നിട്ട് ഇവിടുന്ന് ഭക്ഷണം കഴിച്ച് പോകാറുണ്ട് കേട്ടോ. കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. ഭക്ഷണം കഴിക്കൽ മാത്രമല്ല, എല്ലാവരും കൂടി വന്നിട്ട് എൻ്റെ ബാൽക്കണിയിൽ മൊത്തം വൃത്തികേടാക്കിയിട്ടാണ് പോവൽ. അത് വേറെ കാര്യം. അവർ കുറേ നേരം അവിടെ ഇരിക്കും. നമ്മൾ ബാൽക്കണി തുറന്നു കഴിഞ്ഞാൽ അവർ പറന്നു പോകും. അല്ലാണ്ട് അല്ലെങ്കിൽ അവിടെ ഫുള്ള് അവിടെ തന്നെ സ്ഥിര താമസം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വ്ളോഗിലെ വിശേഷങ്ങൾ. ഇന്നത്തെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായിട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമാണെങ്കിലും ഇല്ലെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്യാൻ നോക്കാം കേട്ടോ. പറ്റുമെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ പുതിയൊരു വീഡിയോയുമായിട്ട് വ്ളോഗുമായിട്ടൊക്കെ വരുന്നവരേക്കും ബൈ. താങ്ക് യു.